ശ്രീ പി പ്രസാദ്, ജലവിഭവ വകുപ്പ് മന്ത്രി. സർ, കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകവുമായ വേമ്പനാട് കായലിൽ മണൽ ഖനനം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. റംസാർ ഉടമ്പടി അനുസരിച്ച് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള നമ്മുടെ കായലിന് ഫിഷറീസ് സർവകലാശാലയുടെ പഠനം തന്നെ പറയുന്നത് 85% അതിൻ്റെ സംഭരണശേഷി കുറഞ്ഞു എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മണൽ അവിടെ നിന്ന് എടുക്കാനുള്ള അനുമതിയെല്ലാം നൽകിയത്. പക്ഷേ എന്നാൽ ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ കരാർ കമ്പനി ചേർത്തല താലൂക്കിലെ തണ്ണീർമുക്കം പഞ്ചായത്തിൻ്റെ കണ്ണങ്കര അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന്, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ മണ്ഡലമായ അരൂരിലെ പ്രദേശങ്ങളിൽ നടക്കം മണൽ ഖനനം ചെയ്യുന്നതിനകത്ത് ശാസ്ത്രീയമായ നടപടികൾ പാലിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ജലവിഭവ വകുപ്പ് ചെളി മാറ്റാൻ പലതവണ നിർദ്ദേശം കൊടുത്തിട്ടും മാറ്റുന്നില്ല എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ DDC യോഗത്തിനകത്ത് പറഞ്ഞത്. കായലിൽ നിന്ന് നീക്കം ചെയ്യുന്ന മണലിലെ മാലിന്യങ്ങൾ കരാർ കമ്പനി കായലിലേക്ക് തന്നെ ഒഴുക്കി വിട്ടിരിക്കുന്നത് കായൽ തീരത്ത് വലിയ തോതിൽ മാലിന്യങ്ങൾ അടിയുന്നു. മത്സ്യബന്ധനം പ്രതിസന്ധിയിലായി. മത്സ്യത്തൊഴിലാളികളും കക്കാവാര തൊഴിലാളികളും അങ്ങേയറ്റം പ്രതിസന്ധിയിലായിരിക്കുന്നു. ഇക്കാര്യത്തിനകത്ത് ഒരു ഹൈഡ്രോ ജിയോളജിക്കൽ സർവേ അനിവാര്യമാണ് എന്നും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിനകത്ത് അടിയന്തരമായി ഇടപെടുകയും ഒരു ഉന്നതതല യോഗം തന്നെ വിളിച്ചു കൂട്ടുകയും ജനപ്രതിനിധികളടക്കമുള്ളവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അശാസ്ത്രീയമായ മണൽ ഖനനം ഒഴിവാക്കി തീരദേശത്തെ ജനതയുടെയും മത്സ്യത്തൊഴിലാളികളുടെയും കക്കാവാരൽ തൊഴിലാളി ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ തയ്യാറാവണം. ജലവിഭവ വകുപ്പ് മന്ത്രി. സർ, ബഹുമാനപ്പെട്ട അംഗം മുൻ മന്ത്രിയുമായ ശ്രീ പി പ്രസാദ് ഉന്നയിച്ച പ്രശ്നം സർക്കാർ പരിശോധിക്കുകയുണ്ടായി. സർ, ഇത് 2025 സർക്കാർ ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തെ ദേശീയപാത വികസനത്തിനായി തിരഞ്ഞെടുത്ത 11 ജലാശയങ്ങളിൽ വേമ്പനാട് കായൽ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിൽ ഡ്രഡ്ജിംഗ് നടത്താനും ഡ്രഡ്ജ് ചെയ്ത വസ്തുക്കൾ ദേശീയപാത അതോറിറ്റിയുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAയുടെ പ്രവർത്തികൾക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം സർക്കാർ കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അങ്ങ് കൂടി മന്ത്രിയായിരുന്ന മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ എടുത്ത ഈ തീരുമാനത്തിൻ്റെ ഭാഗമായി കുട്ടനാട് പാക്കേജിൻ്റെ കീഴിൽ വേമ്പനാട് കായലിലെ ദേശീയ ജലപാതയിൽ ഉൾപ്പെട്ടു വരുന്ന ഭാഗങ്ങളിൽ ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന സ്പോയിൽ ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾക്ക് വേണ്ടി ഉപയോഗിച്ചു വരികയാണ്. സർ, അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രശ്നം പരിശോധിക്കാം. അതായത് ഇവിടെ അശാസ്ത്രീയമായിട്ട് മണ്ണെടുപ്പ് നടക്കുന്നു, എടുക്കേണ്ട അനുവദിച്ച അളവ് കഴിഞ്ഞ് വീണ്ടും അത് തുടരുന്നു എന്നൊക്കെ പറഞ്ഞ പ്രശ്നം ഗൗരവമായി പരിശോധിക്കാം. ഇത് സംബന്ധിച്ച് ഉന്നതതല യോഗം വിളിക്കാൻ ഗവൺമെന്റ് തയ്യാറാണ്. ഈ പ്രശ്നങ്ങൾ വിശദമായ മറുപടിയുണ്ട്. ആ മറുപടി മേശപ്പുറത്ത് വയ്ക്കുന്നു. ഉന്നതതല യോഗം വിളിച്ചു കൂട്ടി ഇക്കാര്യങ്ങൾ ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ സ്ഥാനത്തിൽ പരിശോധിച്ച ശേഷം ആവശ്യമായ ഇടപെടൽ സർക്കാർ നടത്തുന്നതായിരിക്കും.